നമസ്കാരം. എൻ്റെ വീഡിയോസിൽ ഞാൻ പലപ്പോഴും കുറച്ച് എന്താ പറയുക എക്സോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ പലരും പറയും, മാഡം ഞങ്ങൾക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ വില കൂടിയതല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താണ് പൂർണ്ണ ആരോഗ്യം കിട്ടാൻ നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള നമ്മളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പലപ്പോഴും അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ശരിക്കൊരു പൂർണ്ണ ആരോഗ്യം കിട്ടണമെങ്കിൽ, അതായത് രാവിലെ മുതൽ നമുക്ക് നല്ല ഉന്മേഷം കിട്ടണമെങ്കിൽ, നല്ല അസുഖങ്ങൾ മാറി നിൽക്കണമെങ്കിൽ, ശരീരത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമുക്ക് വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആഹാരവും കഴിക്കേണ്ട. നമ്മുടെ സിമ്പിളായിട്ട് നമ്മളുടെ വീട്ടിൻ്റെ ചുറ്റുപരിസരത്തുള്ള വളരെ വില കുറഞ്ഞ ചില ഭക്ഷണ സാധനങ്ങൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്തണമെന്ന് മാത്രം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതാണല്ലോ പലർക്കും ബുദ്ധിമുട്ട്. ആ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, അതായത് നമുക്കൊരു മാനസിക സന്നദ്ധത, ഇത് വേണം, ഇത് കഴിക്കണം, എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷനാണ് നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ 100% ഇതൊക്കെ പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ പലരും കണ്ടിട്ട് നന്നായിട്ടത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്, വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ. ചില പനിയോ ചുമയോ എന്തെങ്കിലും ചെറുതായിട്ട് വരും, പക്ഷേ ഈ വലിയ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്, ഇവയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ചില ഭക്ഷണ സാധനങ്ങളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത് നമുക്ക് സമയം കളയാതെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. എപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടോ മാഡം പറയാൻ പോകുന്നത് എന്താണെന്ന് അല്ലേ? നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും, എനിക്കറിയാം. വില കുറഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. അപ്പം നമ്പർ 1 ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് നെല്ലിക്കയ്ക്ക് വലിയ വിലയുണ്ടോ? വിലക്കുറവാണ്. നെല്ലിക്ക അത്ര വിലയുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമ്മളെന്നും അത്ര മൈൻഡ് ചെയ്യാത്തൊരു സംഭവമാണ്. എന്തെന്നറിയോ? അല്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നെല്ലിക്കയ്ക്ക് വലിയ വിലയില്ല. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള രീതിയിലാണ് നെല്ലിക്കയോടുള്ള ഒരു അപ്രോച്ച് എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ പ്രോംപ്റ്റായിട്ട് എല്ലാ ദിവസവും 1-2 നെല്ലിക്ക കഴിക്കാൻ ശ്രമിക്കുക. ഇത് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, എത്ര കൂടുതലാണെന്നറിയോ? ഓറഞ്ചിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണിത്. അപ്പോൾ ഫൈബർ ഒക്കെ ഉണ്ട്. അപ്പോൾ ദിവസവും ഇത് രാവിലെ ഇച്ചിരി ഉപ്പിട്ട് വെള്ളത്തിൽ വെക്കാം, നല്ലതാണ്. ഇച്ചിരി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ തന്നെ ഇടുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ഇതിലെ വൈറ്റമിൻ സി ചൂട് കൊണ്ട് നഷ്ടപ്പെട്ടു പോകില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ വയറ് അപ്സെറ്റ് ആകും എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരധികം കഴിക്കാൻ പോകണ്ട. അല്ലാത്തവർ ഒരു നെല്ലിക്ക ദിവസം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ചെറിയ നെല്ലിക്ക കിട്ടിയില്ല. അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ ഉള്ളൂ ഇപ്പോൾ, എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇത് രാവിലെ ഒരു നെല്ലിക്ക കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ വൈകിട്ടോ. 2 കഴിച്ചാൽ ഏറെ നല്ലത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, വയറ് അപ്സെറ്റ് ആവാത്തവർക്ക് 2 നെല്ലിക്ക വരെ കഴിക്കാം. അപ്പോൾ ശരീരത്തിന് വേണ്ട എല്ലാ വൈറ്റമിൻ സി ഇതിനകത്ത് കിട്ടും. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കുന്ന ദിവസമേ അത് ശരീരത്തിൽ കാണുള്ളൂ. അത് വാട്ടർ സോലുബിളാണ്, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന. അപ്പോൾ കഴിച്ച ബാക്കി മൂത്രത്തിൽ കൂടെ പോകും, എവിടെയും കയറി ഇത് സ്റ്റോക്ക് ചെയ്യില്ല. അതായത് നമുക്ക് ബോഡിയിലേക്ക് ബാക്കി കിട്ടുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കണം. അതാണ് അതിൻ്റെ. ഇപ്പോൾ ഒരു പഴം, അതുപോലെ നെല്ലിക്ക, ഇവയൊക്കെ ദിവസവും കഴിച്ചാൽ മാത്രമേ വൈറ്റമിൻ സി ശരീരത്തിൽ കിട്ടൂ. വൈറ്റമിൻ സി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും, നമ്മുടെ എല്ലിനും പല്ലിനും, അതുപോലെ തന്നെ ത്വക്കിനും, അതുപോലെ തന്നെ നിറം കിട്ടാനും ഒക്കെ വൈറ്റമിൻ സി വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്തത് നമുക്ക് ഏറ്റവും, നിങ്ങൾക്കറിയാവില്ലേ ഞാനിത് പറയാൻ പോവുകയാണെന്നുള്ളത്, എല്ലാവർക്കും മനസ്സിലാവും. മുരിങ്ങയില ഇല്ലാത്ത ഒരു കാര്യമില്ലല്ലോ ഡോക്ടർക്ക് എന്നായിരിക്കും ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്നത്. പക്ഷെ അത്രയ്ക്ക് ഇതിൻ്റെ ഗുണം പറയാൻ തീരില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓറഞ്ചിനേക്കാൾ വൈറ്റമിൻ സി എത്രയോ 10 ഇരട്ടി കൂടുതൽ. അതുപോലെ ക്യാരറ്റിനേക്കാൾ വൈറ്റമിൻ എ കണ്ടൻറ്റ്, ബീറ്റാ കരോട്ടിൻ 17 ഇരട്ടി കൂടുതൽ. കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് പാലിനേക്കാൾ 4 ഇരട്ടി കൂടുതൽ. അതുപോലെ പ്രോട്ടീൻ, കേർഡിന്, അതായത് തൈരിനേക്കാൾ പ്രോട്ടീൻ്റെ കണക്ക് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, അത് വളരെ കൂടുതലാണ്. അതുപോലെ കാൽസ്യം
പ്രോട്ടീൻ, അതുപോലെ അയൺ. അയൺ എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് മഗ്നീഷ്യം, മാംഗനീസ്. എല്ലാ വൈറ്റമിൻസും മിനറൽസും ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഈ മുരിങ്ങയില എന്ന് പറയുമ്പം നമ്മൾ എല്ലില്ലേ, എല്ലിൻ്റെ പ്രൊഡക്ഷൻ, എല്ലിനകത്ത് കാൽസ്യത്തിൻ്റെ കാൽസ്യം കൊണ്ടാണല്ലോ നമ്മൾ എല്ലിൻ്റെ ഉൽപ്പാദനം. പക്ഷേ ഈ കാൽസ്യം മാത്രം കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ല് തേയ്മാനം വരുന്നതിൻ്റെ പ്രധാന കാര്യം വെറും കാൽസ്യം ഗുളിക കഴിക്കുന്നവർക്കാണ്. അതിനോടൊപ്പം 12 തരം മിനറൽസും, അതായത് മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം വേണം. അതോടൊപ്പം 64 ട്രേസ് എലിമെൻസും വേണം. അപ്പോൾ ഈ ട്രേസ് എലിമെൻസും ഇങ്ങനെയുള്ള മിനറൽസും നമുക്ക് എളുപ്പം കിട്ടാനുള്ള മാർഗ്ഗമാണ് ഞാൻ ഈ എടുത്തു വെച്ചേക്കുന്നത്. മനസ്സിലായോ? ഇത് പക്ഷേ നിങ്ങൾ ഇത് എങ്ങനെ കഴിക്കുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഞാൻ എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, മുരിങ്ങയില കഴിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഉദാഹരണം, നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നു, അതിനകത്ത് കുറച്ച് മുരിങ്ങയില ഇട്ട് ഇളക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുക. ദോശ ഉണ്ടാക്കുന്നു, ആ ദോശമാവിനകത്ത് ഇടാം. ചമ്മന്തി അരയ്ക്കുന്നു, ഞാൻ ഈ ഇടയ്ക്ക് മുരിങ്ങയില ചമ്മന്തി കാണിച്ചായിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്. അതിനകത്തേക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കടുക് വറുത്തെടുത്താൽ മതി. അതോടൊപ്പം പിന്നെ നമ്മൾ അവിയലുണ്ടാക്കുന്നു, അതിനകത്തൊരു പിടി ഇട്ടാൽ എന്താ വല്ല കുഴപ്പമുണ്ടോ? ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ചൊവ്വയിൽ അതിനൊരു നല്ല ഫ്ലേവറുമാണ്. പിന്നെ പലപ്പോഴും എല്ലാവരും മുരിങ്ങയില കറി ഉണ്ടാക്കും, അതെനിക്ക് നന്നായിട്ടറിയാം. മുരിങ്ങയില കറി മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കും. പക്ഷേ അന്നേരം അത് ഒരു പ്രാവശ്യമല്ലേ, കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തോരനും അവിയലിനും ഒക്കെ ഇത് ഓരോ പിടി ഇടുക. അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കിയാൽ മതി. 100% നിങ്ങളുടെ പല അസുഖങ്ങളും മാറിക്കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ഇതിൻ്റെ അകത്ത്. അമൈനോ ആസിഡ്സ്, പ്രോട്ടീനുള്ള ഒരു ഇലയാണ്. നിങ്ങൾ ആലോചിക്കണം, പ്രോട്ടീനുള്ള ഇല. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഈ എല്ലാ മിനറൽസും വൈറ്റമിൻസും ഒക്കെ. ഇരുമ്പിൻ്റെ അംശവും വളരെ കൂടുതൽ, കാൽസ്യത്തിൻ്റെ അംശവും വളരെ കൂടുതൽ, മാംഗനീസ്, മഗ്നീഷ്യം, മോളിബ്ഡിനം, കോപ്പർ, ഇങ്ങനെ. അതുപോലെ വൈറ്റമിൻ എ, ഡി, ഇ, കെ. ഇനി വല്ലതും വേണോ? വൈറ്റമിൻ എ, ഡി, ഇ, കെ, എല്ലാ വൈറ്റമിൻസും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൻ്റെ കലവറയാണ്. അപ്പോൾ 100% നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കേണ്ട ഏറ്റവും അവശ്യ ഘടകമാണിത്. അപ്പോൾ ഒരു വീട്ടിൽ, ഞാനിപ്പോൾ ഇവിടുന്ന് പലർക്കും ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തു വിടും. എന്താണെന്നറിയാമോ, എൻ്റെ വീട്ടിലിവിടെ കൂടുതൽ മുരിങ്ങയിലയുണ്ട്. അപ്പം ആ പേഷ്യൻസ് വരുമ്പം ചിലർ പറയും, മാഡം കുറച്ച്, ഞാനിപ്പോൾ ഇങ്ങനെ പറയും, മുരിങ്ങയില നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറയും, കുറച്ച് മുരിങ്ങയില ഇവിടെ ഉണ്ട്, എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഏതൊരു വീട്ടിൽ പോയാലും മുരിങ്ങയില ഉള്ള വീടാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മുരിങ്ങയില അടിച്ചു മാറ്റണം കേട്ടോ. അവരോട് ചോദിച്ചിട്ട് മതി, അവർ തരും, യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരു രീതിയിൽ നമുക്കിത് ഉണക്കി പൊടിച്ച് വയ്ക്കാം. എന്നിട്ടത് നമുക്കെല്ലാ ഭക്ഷണത്തിൽ ചേർക്കാം. പിന്നെ അതല്ലെങ്കിൽ കുറച്ച് ഫ്രിഡ്ജ് വെച്ച് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ വലിയ ഗുണങ്ങളൊന്നും പോവില്ല കേട്ടോ. അത് പലരും ചോദിക്കും, മുരിങ്ങയില ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും ചീത്തയാവില്ല. ചിലപ്പോൾ ലേശം ഒരു ന്യൂട്രിയൻ വാല്യൂ കുറയും, ഇരിക്കുന്നതല്ലേ, സ്റ്റോർ ചെയ്യുന്നതല്ലേ തണുപ്പിൽ. അപ്പോൾ അല്ലാതെ ഇതിന് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ മിക്കവാറും എൻ്റെ മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പിടി മുരിങ്ങയില എന്നും ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എനർജി ലെവൽ വളരെ കൂടുതലാണ്. നമുക്കത് യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഇതൊക്കെ കഴിച്ച് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയ്ക്ക് ഗുണമുള്ള സംഭവമാണ് ഈ മാഡം കുറേ കാലമായിട്ടിരുന്ന് പറയുന്നതിൻ്റെ ഗുണം ഇതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ വലിയ ചീരയുടെയും അതുപോലെ തന്നെ എന്താ പറയുക, പാലക്കിലയുടെയും ഒന്നും പുറകെ പോകണ്ട, നമ്മുടെ മുരിങ്ങയില തന്നെ മതി, ഏറ്റവും നല്ല ഇലയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. മുരിങ്ങയില മറക്കരുത്, ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ ഇത് ഇപ്പം തന്നെ ഈ പൗഡർ ഫോമിൽ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് പൗഡർ ഫോമിൽ മുരിങ്ങ പൗഡർ എന്ന രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എളുപ്പമാണ്, സൂപ്പിലൊക്കെ ഇട്ട് കഴിക്കാം. സൂപ്പ് അല്ലെങ്കിൽ എന്ത് കറികളിലും കുറച്ചൊരു സ്പൂൺ ഇട്ട് നമുക്ക് കഴിക്കാമല്ലോ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് 2. ഇനി അടുത്തത് ഏതാണ്? നമ്മുടെ എള്ളിൻ്റെയും കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. വൈറ്റമിൻ എ, ഡി, ഇ, കെ എല്ലാം ഇതിനകത്ത് വളരെ കൂടുതലുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. അതോടൊപ്പം കാൽസ്യം, അയൺ, മാഗ്നീഷ്യം, മാംഗനീസ്, മോളിബ്ഡിനം, കോപ്പർ, വൈറ്റമിൻ കെ ഇവയൊക്കെ ഇതിനകത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ എള്ള് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് എങ്ങനെ എന്ന് ഒരു ചോദ്യം ഇപ്പോൾ വരും. അപ്പോൾ ഇത് നമുക്ക് ചുമ്മാതെ വറുത്ത്
കുറച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റി ആയിട്ട് തോന്നത്തില്ല. അതിനാണ് ഞാൻ ഇതിനകത്ത് വളരെയധികം സ്നാക്സ് ഇട്ടിട്ടുണ്ട്. എള്ള് ചേർത്തിട്ടുള്ള സ്നാക്കുകൾ, എള്ള് തേയ്മാനത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്നാക്കുകൾ. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എള്ള് മൂപ്പിച്ചെടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഡേറ്റ്സ്, ഡയബറ്റിക് പേഷ്യൻസ് മാത്രം അത് ശ്രദ്ധിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റീസിൽ ഒത്തിരി ഒബീസിറ്റി ഒക്കെ ഉള്ളവരൊക്കെ ഈ എള്ള് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഡേറ്റ്സ് ഇടരുത്. ഈ ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈന്തപ്പഴം അല്ലാത്തവർക്ക് വളരെ നല്ലതാണ് ഡേറ്റ്സ്. ഇതിപ്പം വറുത്തും ഇതും എള്ളൊന്ന് മൂപ്പിച്ച് പൊട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഡേറ്റ്സ് കൂടുതൽ ചേർക്കുക. അതിനോടൊപ്പം കപ്പലണ്ടി അതുപോലെ തന്നെ ഒരു 10-20 ഡേറ്റ്സും ഒരു 50 ഗ്രാം കപ്പലണ്ടി, ഒരു 100 ഗ്രാം എള്ള്, തേങ്ങയെടുത്ത് തേങ്ങയുടെ പീര ചേർക്കുക. എന്നിട്ട് അതിൻ്റെ കൂടൊപ്പം ശർക്കര, ഓർഗാനിക് ജാഗറി കിട്ടിയാൽ വളരെ നല്ലത്, അല്ലെങ്കിൽ സാധാരണ ശർക്കര ആയാലും മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് ഉരുട്ടാനായിട്ട് ഈ ഡേറ്റ്സിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത്തിരി ഓയിൽ, വെളിച്ചെണ്ണയോ വെർജിൻ കോക്കനട്ട് ഓയിലോ ലേശം ചേർത്ത് ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് അന്നന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഉള്ള ഒരു അപ്രോച്ച് ഈ പെട്ടെന്ന് നമുക്ക് എള്ളിൻ്റെ ഉപയോഗം ശരീരത്തിൽ കിട്ടാൻ വളരെയധികം സഹായിക്കും. അത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണ്. രക്തക്കുറവുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ എല്ല് തേയ്മാനമുള്ളവർക്ക്, സന്ധിവേദനയുള്ളവർക്ക് ഒക്കെ തന്നെ ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് എള്ള്. അതിന് യാതൊരു സംശയവുമില്ല. പല അസുഖങ്ങളും ഒരുമിച്ച് മാറ്റാൻ ഇതിന് സഹായിക്കും. ഡിപ്രഷന് വരെ വളരെ നല്ലതാണ്. നെർവ് ഡിസോർഡേഴ്സ്, നമ്മുടെ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ സ്ക്ലീറോസിന് പല പ്രശ്നങ്ങളും, എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് മൊത്തം മാറുമെന്നല്ല, മൾട്ടിപ്പിൾ സ്ക്ലീറോസിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന പല ഘടകങ്ങളും ഇതിനകത്തുണ്ടെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ ഇവയൊക്കെ തന്നെയും നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എള്ളിൻ്റെ ആവശ്യകത നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായ ഒരു കാര്യമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുവർത്തിക്കണം. നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ നിങ്ങൾ എള്ളിന് വളരെയധികം പ്രാമുഖ്യം കൊടുക്കണം. പലപ്പോഴും നമ്മൾ എള്ളെടുക്കുന്നത് എങ്ങനെയാണ്? വല്ലപ്പോഴും കടുക് വറുക്കുമ്പോൾ ചിലർ എള്ള് ചേർക്കുന്നുണ്ട്. അല്ലാതെ എള്ളുണ്ട പലപ്പോഴും കുറച്ച് കഴിക്കും. അതിനൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഒരു ശീലം ആർക്കുമില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതങ്ങനെ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് അത്ര ആരോഗ്യം തോന്നും. നല്ല ഇമ്മ്യൂണിറ്റി പവർ, എപ്പോഴും പനിയും ചുമയും കഫക്കെട്ടും വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് കുറഞ്ഞിരിക്കും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് കുറേ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. 18 ഗ്രാം പ്രോട്ടീനും 12 ഗ്രാം ഫൈബറും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ എന്ത് പറ്റും? മോഷൻ, കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ പിന്നെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും ഏറെ സഹായിക്കും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് എള്ള്. തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിനെ പരിചയപ്പെട്ടു. അടുത്തത് കപ്പലണ്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എള്ള് കഴിയുമ്പോഴത്തേക്ക് കപ്പലണ്ടി. അപ്പോൾ ഈ എള്ള് അത്രയ്ക്ക് വിലയുള്ളതൊന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ഇതിന് ഈ വിലയേ ഇല്ല. മുരിങ്ങയില. കപ്പലണ്ടിയോ അതുപോലെ ചീപ്പല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, കപ്പലണ്ടിക്ക് വലിയ വിലയൊന്നുമില്ല. എല്ലാ നട്ട്സിനെ സംബന്ധിച്ചിടത്തോളം കപ്പലണ്ടിയിലേക്ക് വരുമ്പം വില വളരെ കുറവാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഒരു പിടി കപ്പലണ്ടി കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇത് കഴിക്കരുതാത്ത ആളുകൾ എന്ന് പറയുമ്പം ഇതിനകത്ത് കുറച്ചൊരു ഫാറ്റ് കണ്ടൻറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ്, HDL കുറവും ഒത്തിരി LDLും ടോട്ടൽ കൊളസ്ട്രോളും കൂടുതലുള്ളവർ ഒന്ന് കുറച്ച് കഴിക്കണം കപ്പലണ്ടി. കാരണം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതിൽ കൂടുതൽ. അതുപോലെ തന്നെ കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്. 100 ഗ്രാമിന് 600 കലോറിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ അത് അളവ് വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾ വളരെ നല്ലതാണ് അവർക്ക്. പിന്നെ ഞാൻ നേരത്തെ പറയാം, ശരീരം തുടുക്കാനായിട്ട് ഇപ്പം ഈ ഇടയ്ക്കുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ പ്രധാനമായിട്ട് കാണുന്ന 3 വിഷയങ്ങൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു, മുഖം കറുക്കുന്നു. ഇതിന് 3നും ഏറ്റവും പറ്റിയൊരു സംഭവമാണ് ഈ പറയുന്ന എള്ളാണെങ്കിലും കപ്പലണ്ടി ആണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും. എങ്കിലും എള്ളിനേക്കാൾ മുകളിൽ നിൽക്കുന്നതാണ് കപ്പലണ്ടി. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല ഡ്രിങ്കുണ്ട്.
ശരീരം തുടുക്കാൻ. അതിലേറ്റവും പ്രധാനമായിട്ട് അടങ്ങുന്നത് ഈ ഒരു കപ്പലണ്ടിയാണ്. അതിനോടൊപ്പം കാഷ്യൂനട്ട്, പിന്നെ നമ്മുടെ ഏത്തപ്പഴം, അതുപോലെ ഈന്തപ്പഴം. ഇതിനകത്ത് കിടപ്പുണ്ട് ശരീരം തുടുക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ. തേങ്ങാപ്പാൽ, ഏത്തപ്പഴം, ഈന്തപ്പഴം, കപ്പലണ്ടി അല്ലെങ്കിൽ കാഷ്യൂനട്ട്. നിങ്ങളുടെ സാമ്പത്തികം പോലെ. കാഷ്യൂനട്ടിന് കുറച്ച് വില കൂടുതലാണ്, പക്ഷേ ശരീരം വണ്ണം വയ്ക്കാൻ ഏറ്റവും സഹായിക്കുന്നതാണ് കാഷ്യൂനട്ട്. അതോടൊപ്പം കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ. അത് അടിപൊളിയാണ്. സൂപ്പറായിട്ട് വണ്ണം വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, കഴിയുന്നതും ഓർഗാനിക് മേടിച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഇപ്പം സാമ്പത്തികത്തിൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞത് വീണ്ടും എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ളവർ അത്രയ്ക്കങ്ങ് നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള നമുക്ക് പറ്റുന്ന അത്രയും വാങ്ങിച്ച് ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ഇപ്പോൾ നമുക്ക് ഈ ഓർഗാനിക് അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്ന വിഷവസ്തുക്കളെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മൈക്രോഫ്ലോറയുടെ ഭക്ഷണങ്ങൾ, ഇപ്പം മുരിങ്ങയിലയാണെങ്കിലും എള്ളാണെങ്കിലും കപ്പലണ്ടി ആണെങ്കിലും ധാരാളം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ മനസ്സിലായി. അപ്പോൾ ആ ഫൈബറും അതുപോലെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡിൻ്റെ കൺവേർഷൻ അതിനകത്തൂടെ നമ്മുടെ മൈക്രോഫ്ലോറ, അതായത് സൂക്ഷ്മാണുക്കളുണ്ടല്ലോ വയറ്റിനകത്തുള്ള, അതിനുള്ള ഭക്ഷണം ആദ്യം കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ, അതിനുള്ള ഭക്ഷണമാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അപ്രോച്ച് തീർച്ചയായും നമുക്ക് വേണം. അപ്പോൾ ഇത് കപ്പലണ്ടിയും എള്ളും മുരിങ്ങയിലയുമായി, പിന്നെ നെല്ലിക്കയും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ. ഓക്കെ, അതെന്താണെന്നറിയാമോ? തേങ്ങ. ഈ തേങ്ങ ഇല്ലാതെ ഒരു വീട്ടിലും ഒരു പാചകവും നടക്കില്ല. അപ്പം എല്ലാവരും പഴയ കാലങ്ങളിലാണെങ്കിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണെങ്കിൽ, ഈ തേങ്ങ എന്ന് പറയുന്നത് ശരിക്കും പറയാം, അയ്യോ കൊളസ്ട്രോളാണ്, അപ്പോൾ നമുക്ക് വലിയ അസുഖം വരും, ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും, BP കൂടും എന്നൊക്കെ പറഞ്ഞിരുന്ന് ഈ തേങ്ങയെ മാറ്റി നിർത്തിയ കാലമൊക്കെ പോയി. തേങ്ങയാണ് ഈ ഔഷധം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കേരളീയർ, ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം എന്ന് പറയുന്നത് ചുമ്മാതല്ല, കേരം തിങ്ങും കേരള നാട്. ഈ തേങ്ങയ്ക്കകത്തിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്നെടുക്കുന്ന നമ്മളെ ഈ ഞാൻ എപ്പോഴും പറയത്തില്ല മോണോസോഡിയം ലോറിക് ആസിഡ്, അതാണ് DHA എന്ന് പറയും. അതിനകത്തുനിന്ന് വരുന്ന മോണോലോറിൻ എന്ന് പറയുന്നത്, വെർജിൻ കോക്കനട്ട് ഓയിൽ തേങ്ങാപ്പാലിൽ നിന്നല്ലേ എടുക്കുന്നത്. ആ തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന ഏറ്റവും മോസ്റ്റ് എസെൻഷ്യലായിട്ടുള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് മോണോലോറിൻ. ആ മോണോലോറിൻ നമ്മുടെ ഇവിടെ അങ്ങനെ കാണാനില്ല. അമേരിക്കയിൽ ഹെൽത്ത് സ്റ്റോറുകളിൽ ഇഷ്ടം പോലെ കിട്ടും. ഞാനിവിടെ നിന്ന് ഓരോ പേഷ്യൻസിന് മൈക്രോഫ്ലോറയുടെ പ്രശ്നമുള്ളവർ, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർ, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ഈ മോണോലോറിൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടിയില്ലെങ്കിൽ മോണോലോറിൻ ക്യാപ്സ്യൂൾ മേടിച്ച് കഴിക്കാൻ. അത് ഇതിനകത്ത് നിന്ന് എടുക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെ വരെ പോയിരിക്കുന്നു. വെസ്റ്റേൺ കൺട്രീസിലാണ് ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സും ഇതിൻ്റെയൊക്കെ റിസർച്ചും നടക്കുന്നത്. നമ്മൾക്കിവിടെ ഇതിനൊന്നും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. അതും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പാചക രീതിയിൽ ശ്രദ്ധിക്കണം. എന്നും തേങ്ങ വറുത്തരച്ചുള്ള കറിയിലേക്ക് പോവരുത് ദയവ് ചെയ്ത്. കാരണം തേങ്ങ വറുത്തരയ്ക്കുമ്പം ഇതെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റായി അതിൻ്റെ ഗുണമെല്ലാം പോകും, കംപ്ലീറ്റ് ഗുണം പോകും. ഈ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെയാണ്. മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഒമേഗ 3 ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെ വറുത്തരച്ചുള്ള കറികൾ കുറച്ചുകൊണ്ട് പച്ച തേങ്ങ ചമ്മന്തി അരയ്ക്കുക, ഇത്ര നല്ലതാണ്. അതോടൊപ്പം നമ്മൾ പയറ് പുഴുങ്ങി അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ടോളൂ. ഇപ്പം ഞാൻ എപ്പോഴും പറയത്തില്ലേ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അഫോർഡബിലിറ്റി, അതിൻ്റെ വില വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണം, ആ ഒരു കാര്യത്തിന് പകരം പച്ച തേങ്ങയുടെ പാല് ഉപയോഗിക്കുക. പച്ച തേങ്ങ ഒരു 100 ഗ്രാം കഴിച്ചാൽ മതി, ഏകദേശം നമുക്ക് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിച്ചാലും മതിയാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 100 ഗ്രാം തേങ്ങ പീരയെന്ന് പറയുമ്പോൾ അതിന് കലോറി വേറൊരു വഴിയിലേ പോകും. അതിനകത്ത് കുറേ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സും വരും, ഈ ഫാറ്റ് കണ്ടൻറ്റ് മാത്രമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഡയബറ്റിക് പേഷ്യൻസൊക്കെ അമിതമായിട്ട് തേങ്ങ കഴിക്കരുതെന്ന് പറയുന്നത്. അമിതവണ്ണമുള്ളവർ, ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ അമിതമായി തേങ്ങ കഴിക്കരുത്. പക്ഷേ വെർജിൻ കോക്കനട്ട് ഓയിൽ അവർക്ക് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇത് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. ഈ എൻ്റെ കീറ്റോജനിക് ഡയറ്റില്ലേ, LK ഡയറ്റ്, അതിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് തേങ്ങയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് വെർജിൻ കോക്കനട്ട് ഓയിലിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. മനസ്സിലായോ? അതിനകത്തുള്ള കലോറിഫിക് വാല്യൂ കുറച്ച്
കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റാണ് കൂടുതൽ വരുന്നത് തേങ്ങയിൽ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ പറയുന്നത്. അല്ലാതുള്ളവർക്കെല്ലാം തന്നെയും തേങ്ങ നല്ലതാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് നമ്പർ 1 ആണ്. അതുപോലെ തന്നെ ഈ തേങ്ങയിൽ നിന്നുള്ള ആ ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ മൈക്രോഫ്ലോറയുടെ ഫുഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തേങ്ങയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ തോരൻ, അവിയൽ അതിലൊക്കെ നന്നായിട്ട് ചേർക്കുക, പുട്ടിന് ചേർക്കുക. പിന്നെ ഈ കൂടുതലായിട്ട് ചൂട് കയറി അതിൻ്റെ ഗുണം കളയാതെ നോക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ 4 തേങ്ങ, കപ്പലണ്ടി, അതുപോലെ നെല്ലിക്ക, മുരിങ്ങയില, എള്ള് 5 ഏറ്റവും ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ അടുക്കളയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം വളരെ അകലെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ, അസുഖങ്ങളെന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വളരെ അകലെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് നല്ല എനർജി ലെവലായിരിക്കും. രാവിലെ തൊട്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഫീൽ ചെയ്യും. പിന്നെ പനി, ചുമ, കഫക്കെട്ട്, വയറിളക്കം ഇങ്ങനെയുള്ളതൊക്കെ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ രക്തക്കുറവും നന്നായിട്ട് മാറ്റാൻ പറ്റും. എല്ലിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ പറ്റും. സന്ധിവാതം കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യത്തിനും മോസ്റ്റ് ഐഡിയലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.